മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 17ാമത്തെ ദശകം 4ഉം 5ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. നാലാമത്തെ ശ്ലോകം. ആകർണ്യസോപി ഭവദർശന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ സന്തൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗസ്ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. ധ്രുവന്റെ ചരിത്രമാണ് ഈ ദശകത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ മടിയിൽ കയറാൻ ആഗ്രഹിച്ച് ധ്രുവൻ കയറാനായിട്ട് അടുത്ത് മോഹത്തൂച്ച് ചെന്ന് നിന്നപ്പോൾ രണ്ടാമനമ്മ ആയിട്ടുള്ള സുരീജി വല്ലാതെ കണ്ട് അധിക്ഷേപിച്ചു. അത് കേട്ട് വിഷമിച്ച് പത്മയുടെ സ്വന്തം അമ്മയായിട്ടുള്ള സുനീതിയുടെ അടുത്തേക്ക് ചെന്നു. ആ സുനീതി ഭഗവാനെ ധ്യാനിക്കുക തന്നെ പറ്റുള്ളൂ, അവരവരുടെ കർമ്മഫലം തീരാനായിട്ട് ഭഗവാനെ ഇപ്പം തന്നെ ആശ്രയിക്കണം എന്ന് പറഞ്ഞ് അത് കേട്ട് ധ്രുവൻ വേഗം ഭഗവാനെ ആരാധിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയി എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. അമ്മ ഉപദേശിച്ചു, ഭഗവാനെ പ്രാർത്ഥിക്കുക തന്നെയാണ്, ഭജിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് അമ്മ ഉപദേശിച്ചു. അത് കേട്ടിട്ട് ധ്രുവൻ കാട്ടിലേക്ക് പോയതായിട്ടാണ് പറയണത്. ആകർണ്യ സോപി ഭവദർശന നിശ്ചിതാത്മാ സഹ അപി സോപി സഹ അപി അവനാകട്ടെ, അതായത് ധ്രുവനാകട്ടെ ഇത് കേട്ടിട്ട് ആകർണ്യ കേട്ടിട്ട്, അതായത് അമ്മ പറഞ്ഞത് കേട്ടിട്ട് സുരുചി പറഞ്ഞത് കേട്ടു. അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മയും ഭഗവാനെ അർച്ചിക്കാൻ പ്രാർത്ഥിക്കൂ, അതിനെ നിവൃത്തിയുള്ളൂ, കഷ്ടങ്ങൾ ദുഃഖങ്ങൾ തീർക്കാൻ ഭഗവാനെ തന്നെ ആശ്രയിക്കണം എന്ന് അമ്മ പറയണത് കേട്ടിട്ട് ആകർണ്യ അത് കേട്ടപ്പോൾ ധ്രുവനും തീർച്ചയാക്കി, ഓ ഇനി അതേ നിവൃത്തിയുള്ളൂ എന്ന് തീർച്ചയാക്കിയിട്ട് ആകർണ്യ അത് കേട്ടിട്ട് സഹ അഭി അവനാകട്ടെ ധ്രുവനാകട്ടെ അത് കേട്ടിട്ട് ഭവദർശന നിശ്ചിതാത്മാ ഭവദർശനത്തിൽ നിശ്ചിതമായ ആത്മാവോട് കൂടിയവനായിട്ട്, ഭവദർശനം ഭഗവാന്റെ അർച്ചനം, ഭവാന്റെ അർച്ചനം അതായത് ഭഗവാന്റെ അർച്ചനം, ഭഗവാന്റെ അർച്ചനത്തിൽ ഉറച്ച മനസ്സോടു കൂടിയവനായിട്ട്, നിശ്ചിതമായ ആത്മാവോട് കൂടിയവനായി, ഭവദർശനത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നതിൽ ഉറച്ച മനസ്സോടുകൂടി ഭവദർശന നിശ്ചിതാത്മാ മാനിയാണ്. അഭിമാനം നല്ലോണം ഉണ്ട്, ക്ഷത്രിയനല്ലേ, ക്ഷത്രിയന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് സ്വതേ ആ ക്ഷാത്രവീര്യം അതുണ്ടാവും. ആ ക്ഷാത്രവീര്യം ഉണ്ടാവുമ്പോൾ അഭിമാനം നല്ലോണം ഉണ്ടാവും. അച്ഛൻ്റെ മടിയിലിരിക്കാൻ ചെന്നപ്പോൾ അമ്മ അങ്ങോട്ട് രണ്ടാമത്തെ അമ്മയായിട്ടുള്ള സുരീജി വല്ലാണ്ട് അങ്ങോട്ട് അധിക്ഷേപിച്ചു. അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഞാനും അച്ഛൻ്റെ മകനാണ്, എന്നെ ഇങ്ങനെ അധിക്ഷേപിച്ചില്ലേ, അപ്പം ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് അതിന് വഴി എന്ന് പറഞ്ഞപ്പോൾ ശരി ഇന്നാ തന്നെ എനിക്ക് അഭിമാനമുണ്ട്, ഞാൻ അഭിമാനിയായിട്ടുള്ള ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നേടിക്കൊള്ളാം എന്നുള്ള ധാരണയോടുകൂടി ഭവദർശന നിശ്ചിതാത്മാ അങ്ങയുടെ അർച്ചനത്തിൽ ഉറച്ച മനസ്സോടുകൂടി മാനിയായിട്ടുള്ള അവൻ നഗരത്തിൽ നിന്ന് നിരേത്യ പുറത്തേക്ക് വന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് നഗരത്തിൽ നിന്ന് പോയിട്ട് നഗരത്തിൽ നിന്ന് പഞ്ചമി നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ചില പഞ്ചവർഷ 5 വർഷേ ആയിട്ടുള്ളൂ, 5 വയസ്സേ ആയിട്ടുള്ളൂ, 5 വർഷേ ആയിട്ടുള്ളൂ പ്രായം എന്നാണ്. പഞ്ചവർഷ 5 വർഷം മാത്രം പ്രായമായിട്ടുള്ള ആ ധ്രുവൻ 5 വർഷം മാത്രമായിട്ടുള്ള ബാലനാണെങ്കിലും മാനിയായിരുന്നു. എന്തുകൊണ്ട്? ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവനായതുകൊണ്ട്. അതിവിടെ പറഞ്ഞിട്ടില്ല ക്ഷത്രിയനായതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് നമുക്ക് അറിയാവുന്നതാണ്. ക്ഷാത്ര തേജസ് ഉള്ളത് കൊണ്ട് അഭിമാനം നല്ലോണമുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെറിയമ്മ പറഞ്ഞിട്ട് അച്ഛൻ്റെ മടിയിലിരിക്കാനും കൂടി അധികാരമില്ല എന്ന് ചെറിയമ്മ പറഞ്ഞത് കേട്ട് അത് സഹിക്കവയ്യാതെ കണ്ട് മാനിയായ അവൻ നഗരത്തിൽ നിന്ന് പുറത്തു വന്നു ഭഗവാനെ ആരാധിക്കാൻ തീർച്ചയാക്കിയിട്ട്. എന്നിട്ട്
പഞ്ചവർഷ 5 വർഷേ ആയിട്ടുള്ളൂ, 5 വയസ്സേ ആയിട്ടുള്ളൂ. സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ, വഴിയിൽ വച്ച് നാരദനെ കാണാനിടയായി. ഭഗവാൻ തന്നെ പറഞ്ഞയച്ചതാവണം, അല്ലെങ്കിൽ ഈ വഴിയിൽ ഈ കുട്ടിയെ കാണാനായിട്ട് നാരദൻ അങ്ങനെ അവിടെ വന്ന് ഒരുങ്ങിയിരിക്കുമൊന്നുമല്ലല്ലോ. ഭഗവാൻ തന്നെ നാരദനെ കൊണ്ട് പറഞ്ഞയച്ചതായിരിക്കണം, തോന്നിച്ചതായിരിക്കണം. ഇങ്ങനെ ചെന്നിട്ട് വേണ്ട വിധത്തിൽ ഉപദേശിച്ചു കൊടുക്കണമെന്ന്. സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ, നേരത്തെ പറഞ്ഞു സുരുചിയെ ഇങ്ങനെ അധിക്ഷേപിക്കാനായിട്ട് പ്രേരിപ്പിച്ചതും അത് കഴിഞ്ഞ് ഉത്താനപാദന് അച്ഛന് നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട് തോന്നിയതും ഒക്കെ ഭഗവാന്റെ പ്രേരണ തന്നെയാണ് എന്നുള്ളതാണ്. ഈ കുട്ടി നേരെ ആവണം എന്നുള്ളതായിട്ടുള്ള ഒരു തനിക്ക് വേണ്ടപ്പെട്ടതായൊരു ബാലനാണ് എന്നതുകൊണ്ട് അത് വേണ്ട വിധത്തിൽ നയിക്കണം എന്നുള്ള മോഹം ഉണ്ട്. അപ്പോൾ നാരദ മഹർഷിയെ വഴിയിലേക്ക് അയച്ചു എന്നാണ് വിചാരിക്കേണ്ടത്. ഭഗവാൻ തന്നെ പ്രേരണ കൊണ്ട് നാരദ മഹർഷി സന്ദൃഷ്ടം വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയതായ സന്ദൃഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുമുട്ടിയത് എന്നുള്ള അർത്ഥമാണ്. സന്ദൃഷ്ട നാരദ, അങ്ങനെയുള്ളതായ നാരദനാൽ നിവേദിതമായ അറിയിക്കപ്പെട്ട പറഞ്ഞു കൊടുത്തു, നിവേദിതം അറിയിക്കപ്പെട്ടതായ മന്ത്രമാർഗ, മന്ത്രം പറഞ്ഞു കൊടുത്തു. വേണ്ട മാർഗങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്, ഈ മന്ത്രം ഉപയോഗിച്ച് എങ്ങനെയൊക്കെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. നാരദനും ആദ്യം ഈ തപസ്സിൽ നിന്ന് പിന്തിരിക്കാനായിട്ട് കുറേ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. പക്ഷേ അതൊന്നും സാധിച്ചില്ല. വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയവനായിരുന്നു ഈ ബാലൻ. അപ്പം അതുകൊണ്ട് പിന്നൊടുക്കം അതിന് വേണ്ടതായ മന്ത്രം പറഞ്ഞു കൊടുത്തു, എങ്ങനെയൊക്കെയാണ് ഭജിക്കേണ്ടത് എന്നും പറഞ്ഞു കൊടുത്തു. അതായത് എന്താണ്, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ് ദ്വാദശമന്ത്രം എന്നാണ് പറയുക. ദ്വാദശമന്ത്രം ജപിച്ചുകൊണ്ടാണ് ധ്രുവൻ തപസ് ചെയ്തത് എന്നാണ് പറയണത്. ദ്വാദശമന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ദ്വാദശ മന്ത്രമാണ്, 12 അക്ഷരങ്ങളുള്ളതായ മന്ത്രം. ആ മന്ത്രം ജപിക്കാൻ പറഞ്ഞു കൊടുത്തു. അത് ജപിച്ചിട്ട് ഭഗവാനെ ഭജിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളതായ ഭഗവാന്റെ ഭജിക്കുന്നതിനുള്ള മന്ത്രവും എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്നുള്ളതായ മാർഗവും ആ വഴിയൊക്കെ ആചരിക്കേണ്ടതായ ക്രമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നാരദ നിവേദിത മന്ത്രമാർഗ ത്വാം ആരരാധ, അങ്ങയെ ആരാധിച്ചു. ത്വാം, അങ്ങയെ ആരരാധ, ആരാധിച്ചു. എവിടെയാണ് പോയത്? മധുകാനനാന്തേ ത്വാം ആരരാധ തപസാ, തപസ്സുകൊണ്ട്, തപഹ എന്നുള്ളതിൻ്റെ തൃതീയ ഏകവചനാണ് തപസാ, തപസ്സുകൊണ്ട് അങ്ങയെ ആരാധിച്ചു. എവിടെ? മധുകാനനാന്തേ, മധുകാനനം, മധുവനം എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത്, മധുവനം എന്നുള്ളതായ പ്രസിദ്ധമായിട്ടുള്ള ധ്രുവൻ അവിടെ തപസ് ചെയ്തത് കൊണ്ട് തന്നെ ആ മധുവനത്തിന് പ്രത്യേകം പാവനത ഉണ്ടായി എന്നാണ് പറയണത്. ആ മധുവനത്തിൽ ഉള്ളിൽ, അതിൻ്റെ സമീപത്തായിട്ടോ അതിൻ്റെ ഉള്ളിലായിട്ട്, ആ കാനനത്തിൻ്റെ ഉള്ളിൽ തപസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരുടെയും ശല്യം ഇല്ലാതെ കണ്ട് ഏകാന്തമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം തപസ് ചെയ്യേണ്ടതാണ്. ഏകസ്തപസ്വി, ഒറ്റയ്ക്കായിരിക്കണം തപസ് എന്നാണ്. അങ്ങനെ ആയാലേ മനസ്സിന് ഏകാഗ്രത കിട്ടുള്ളൂ. അപ്പോൾ ആ കാട്ടിനുള്ളിൽ ആരും കാണാത്ത വിധത്തിൽ കാട്ടിനുള്ളിൽ പോയി തപസ് ചെയ്തു. അതും മധുവനം തിരഞ്ഞെടുക്കാൻ കാരണതും നാരദൻ തന്നെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ത്വാം ആരരാധ തപസാ മധുകാനനാന്തേ എന്ന് ആ ശ്ലോകം കഴിഞ്ഞു. അടുത്ത ശ്ലോകം: താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസന്ധിതചിത്തവൃത്തോ ബാലസ്ത്വദർപ്പിതമനാ ക്രമവർദ്ധിതേന നിന്യേ കഠോരതപസാ കില പഞ്ചമാസൻ. അപ്പോൾ ഈ മകൻ ആദ്യം മടിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ സുരുചി, തനിക്ക് അധികം പ്രിയമുള്ളതായ ഭാര്യ സുരുചി കുറേ ചീത്ത പറഞ്ഞു. മകന് കയറാൻ സാധിച്ചില്ല. മകൻ ദേഷ്യപ്പെട്ടു പോയി, അമ്മയുടെ അടുത്തേക്ക് പോയി എന്ന് കേട്ടു. അപ്പോൾ അതൊക്കെ രാജാവ് ധരിച്ചു. പിന്നീട് അവിടുന്ന് രാജ്യം വിട്ടു പോയി, നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ദേഷ്യപ്പെട്ടിട്ട് എന്നുള്ള വിവരം അച്ഛൻ അറിഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ അത്രത്തോളം ഒന്നും വിചാരിച്ചില്ല, മടിയിൽ ഇരുത്തിയില്ല എന്നല്ലേ ഉള്ളൂ എന്ന് ആയിരുന്നു ഒരു അത്രയേ വിചാരമുണ്ടായുള്ളൂ. പക്ഷേ ഈ നഗരം വിട്ടു പോയി എന്ന് കേട്ടപ്പോൾ വല്ലാണ്ട് വിഷമായി. എവിടേക്കാണ് പോയതോ ഒന്നും നിശ്ചയില്ല. ആളുകളെയൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ടാവും. കാട്ടിലേക്കല്ലേ പോയിരിക്കുന്നത്. ഒരു ദിക്കിലും ഒന്നും ആരെയും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല രാജാവിന്. അപ്പോൾ വല്ലാണ്ട് മനസ്സ് വിഷമിച്ചു. എങ്ങനെയായാലും മകൻ തന്നെയാണ്, അവരവരുടെ മകൻ തന്നെയാണ് പോയത്. താൻ മടിയിൽ കയറ്റാനായിട്ട് അനുവദിക്കാതെ കണ്ടിരുന്നത് കൊണ്ടാണ്
ഞാൻ മിണ്ടാടെ നോക്കിയിരുന്നില്ലേ, അതുകൊണ്ടാണ് പോയത്. ഒക്കെ കൂടി വിഷമായി. വിഷമിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ നാരദന് ഇതൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് നാരദൻ ഇതിക്ക് വേണ്ട ഉപദേശമൊക്കെ കൊടുത്തിട്ട് ചെന്നിട്ട് രാജധാനിയിലേക്ക് തന്നെയാണ് ചെന്നത്. രാജാവിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നപ്പോൾ രാജാവ് ഇങ്ങനെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നു കണ്ടു. ഇതാണ് കാരണം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ വേണ്ട, ആ വിഷമമൊന്നും വേണ്ട. എന്താ വെച്ചാൽ എത്തേണ്ട ദിക്കിലാണ് പോയിരിക്കുന്നത്. എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അവിടേക്കാണ് പോയിരിക്കുന്നത്. ഭഗവാന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. ഭഗവാനെ ഭജിക്കാനായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ധ്രുവനെ. ആ കുട്ടിയെ ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി യാതൊരാപത്തും ആ കുട്ടിക്ക് വരില്ല. കുറച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സാധിച്ച് അദ്ദേഹം വരും. എല്ലാവരും അപ്പം അദ്ദേഹത്തിനെ, ആ മകനെ എല്ലാവരും പുകഴ്ത്തും. അങ്ങനെ മകൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ ആശ്വസിപ്പിച്ചു. താതേ വിഷണ്ണഹൃദയേ, വിഷണ്ണഹൃദയനായ രാജാവ്, അത് സതിസപ്തമിയാണ്. ഇതിൽ നാരായണീയത്തിൽ ഈ സതിസപ്തമിയുടെ പ്രയോഗം ഒരുപാടുണ്ട്. അത് അങ്ങനെ ആയപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സതിസപ്തമി പ്രയോഗിക്കുമ്പോഴേ. അപ്പോൾ വിഷണ്ണഹൃദയനായ അച്ഛൻ നാരദേന പരിസാന്ത്വിത ചിത്തവൃത്തവും, നാരദനാൽ പരിസാന്ത്വിതമായ സാന്ത്വനിക്കപ്പെട്ടതായ ചിത്തവൃത്തിയോടുകൂടിയവനായി തീർന്നപ്പോൾ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രയോഗത്തിനാണ് ഈ സതിസപ്തമി പ്രയോഗിക്കുക. അത് നാരായണീയത്തിൽ അത് അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എന്നുള്ളത് ധാരാളം കഥ പറയുകയാണല്ലോ. അപ്പം അത് വേണ്ടി വരും ധാരാളമായിട്ട്. വിഷണ്ണഹൃദയേ താതേ, വിഷണ്ണഹൃദയനായ പിതാവ് ഉത്താനപാദൻ പരിസാന്ത്വിത ചിത്തവൃത്തവും, പരിസാന്ത്വിതമായ സാന്ത്വനിക്കപ്പെട്ട ചിത്തവൃത്തിയോടുകൂടിയവനായി തീർന്നപ്പോൾ, പരിസാന്ത്വിതമായ അതായത് നാരദനാൽ, ശ്രീനാരദ മഹർഷിയാൽ മഹർഷി ഇഴ വന്നിട്ട് രാജാവിനെയൊക്കെ സമാധാനിപ്പിച്ചു. അങ്ങനെ രാജാവിൻ്റെ ചിത്തവൃത്തിയൊക്കെ സമാധാനമായി തീർന്നപ്പോൾ, രാജാവിന് സമാധാനം വന്നപ്പോൾ, ആ സമയത്ത് മകൻ കാട്ടിൽ എന്തു ചെയ്തു? താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന എന്ന്, നഗരിയിൽ ചെന്നതായ ശ്രീനാരദനാൽ, നഗരിയിൽ ചെന്നതായ നഗരത്തിലേക്ക്, രാജാവിൻ്റെ രാജധാനിയിലേക്ക് തന്നെ പോയി. അങ്ങനെ പോയതായ ശ്രീനാരദനാൽ പരിസാന്ത്വിതമായ ചിത്തവൃത്തിയോടുകൂടി തീർന്നപ്പോൾ, അതായത് സാന്ത്വനിക്കപ്പെട്ടപ്പോൾ, ആ സമയത്ത് ബാലൻ എന്തുണ്ടായി? കുട്ടി എന്തുണ്ടായി? ബാലഹ ത്വദർപ്പിതമനാഹ, ബാലനാകട്ടെ, ആ ധ്രുവനാകട്ടെ, ത്വദർപ്പിതമനാഹ, അങ്ങയിൽ അർപ്പിച്ച മനസ്സോടുകൂടി, ത്വദർപ്പിത മനഃ, ത്വയി അർപ്പിതമായ മനസ്സ്, അങ്ങയിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് പരിപൂർണമായിട്ട് ഭഗവാനെ തന്നെ അർപ്പിച്ചു എന്നാണ്. വേറെ ഒന്നും ചിന്തയില്ലാണ്ട്. അപ്പോൾ അച്ഛനെന്നോ അച്ഛൻ്റെ മടിയിൽ പോകണമെന്നോ അങ്ങനെയുള്ള രാജ്യസുഖങ്ങൾ വേണമെന്നോ യാതൊരു ചിന്തയില്ലാതെ കണ്ട് മനസ്സ് മുഴുവൻ ഭഗവാനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട്, ത്വദർപ്പിതമനാഹ, അങ്ങയിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി, പരിപൂർണമായിട്ട് അങ്ങയിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട്, ക്രമവർദ്ധിതേന തപസാ നിന്നേ, ക്രമവർദ്ധിതേന തപസ് കൊണ്ട് കാലം കഴിച്ചു കൂട്ടി, നിന്നേ നയിച്ചു. എന്ത്? ക്രമവർദ്ധിതേന തപസാ, ക്രമത്തിൽ വർദ്ധിക്കപ്പെട്ട തപസ്സുകൊണ്ട്, പഞ്ചമാസാൻ 5 മാസം കഴിച്ചു കൂട്ടി. പഞ്ചമാസാൻ നിന്നെ, 5 മാസം ക്രമവർദ്ധിതമായ തപസ് കൊണ്ട് കഴിച്ചു കൂട്ടി. 5 മാസം കാര്യമായിട്ട് അങ്ങോട്ട് തപസ് ചെയ്തു. എങ്ങനെ? ക്രമവർദ്ധിതേന, ക്രമത്തിൽ വർദ്ധിക്കപ്പെട്ടതായ തപസ്സുകൊണ്ട്. അതായത് ഭാഗവതത്തിൽ പറയണത് അങ്ങനെയാണ്. ആദ്യത്തെ 1 മാസം മുഴുവനെ ഫലമൂലാദികൾ ഭക്ഷിച്ചുകൊണ്ടാണ്, ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് തപസ് ചെയ്തത്. വേറെ വെച്ച് ഉളമ്പി കൊടുക്കാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ കാട്ടിൽ കിട്ടണതായിരുന്ന ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് 1 മാസം കഴിച്ചു കൂട്ടി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് വേണ്ട എന്ന് തീർച്ചയാക്കി. അപ്പോൾ ഫലമൂലാദികളും കഴിക്കാതെ കണ്ട് വെള്ളം മാത്രം കഴിച്ചും കൊണ്ടായി പിന്നത്തെ ഭക്ഷണം, പിന്നത്തെ 1 മാസം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നത്തെ 1 മാസം ആയപ്പോഴേക്കും ഇനി ജലവും വേണ്ട. പിന്നത്തെ 1 മാസം, അടുത്ത മാസത്തിൽ വായു മാത്രം ഭക്ഷിച്ചു കൊണ്ടായി എന്നാണ്. വായു മാത്രം ഭക്ഷിക്കുക എന്ന് അയാളുടെ നിലയിലായി 3-ാമത്തെ മാസം ആയപ്പോഴേക്കും. 4-ാമത്തെ മാസം ആയപ്പോഴേക്കും വായുവിനെ കൂടി നിയന്ത്രിച്ചുകൊണ്ട് ഇടയിലിടയിൽ ശ്വാസം കഴിക്കുക, ഇടയിലിടയിൽ ഇല്ലാതെ കണ്ടിരിക്കുക. അങ്ങനെ വായുവിനെ തൻ്റെ ഇഷ്ടപ്രകാരം വായുവിനെ നിയന്ത്രിച്ചും കൊണ്ട് ആണ് 4-ാമത്തെ മാസം കഴിച്ചു കൂട്ടിയത് എന്നാണ് ഭാഗവതത്തിൽ പറയണതാണ്. അതൊക്കെ 5-ാമത്തെ മാസം ആയപ്പോഴേക്കും അതും ഇല്ലാണ്ട് ഈ ശ്വാസത്തെ പരിപൂർണമായിട്ട് അങ്ങോട്ട് നിയന്ത്രിച്ചു. ശ്വാസോച്ഛ്വാസം എന്നുള്ളത് സ്വയം അങ്ങോട്ട്
നിയന്ത്രിച്ചു യോഗാഭ്യാസം കൊണ്ട് തന്നെ. അതുകൊണ്ട് തൻ്റെ ശ്വാസം എന്നുള്ളതില്ല, ശ്വാസപ്രക്രിയ ഇല്ലാണ്ടായപ്പോൾ ഈ ശക്തി സ്വയം ആർജിച്ചതായ ശക്തി കൊണ്ട് വേണമല്ലോ ഈ ശ്വാസം ഇല്ലാണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇല്ലാണ്ടാക്കിയപ്പോൾ ഭൂമിയിൽ മുഴുവൻ വായു സ്തംഭനം ഉണ്ടായി എന്നാണ് പറയണത്. വായു മുഴുവനെ സ്തംഭിച്ചു. ആർക്കും ശ്വാസം കഴിക്കാനും ഒന്നും വയ്യാണ്ടായി. വായുവിനെ ഇളക്കമില്ലാത്ത ഒരവസ്ഥ വന്നു ഈ ധ്രുവൻ്റെ തപസ് മൂലം എന്നാണ് പറയണത്. അപ്പം അങ്ങനെയാണ് ദേവന്മാരൊക്കെ ചെന്ന് പിന്നെ ഭഗവാനെ ആശ്രയിക്കാൻ പോണു. ഇത് തപസ് കൊണ്ട് വയ്യാണ്ടായിരിക്കണു എന്ന് പറഞ്ഞ് ഭഗവാനെ കാണുന്നു. ഭഗവാൻ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് വരികയാണ് എന്നാണ് പറയണത്. നിന്നെ കഠോര തപസാക്കില പഞ്ചമാസാൻ, 5 മാസം അങ്ങനെ കഠോര തപസ്, കഠിനമായ തപസ് കൊണ്ട് കഴിച്ചുകൂട്ടി എന്നാണ്. കില, അത് അത്ഭുതമായിട്ടാണ് ആ കില എന്നുള്ളത് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ക്രമവർദ്ധിതേന, ക്രമത്തിൽ വർദ്ധിച്ചതായ തപസ് കൊണ്ട് പഞ്ചമാസാൻ നിന്നെ 5 മാസം കഴിച്ചുകൂട്ടി. കഠോര തപസ, ക്രമവർദ്ധിതേന കഠോര തപസ, ക്രമത്തിൽ വർദ്ധിച്ചതായ കഠിനമായ തപസ് കൊണ്ട് 5 മാസം കഴിച്ചുകൂട്ടി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒന്നും കൂടി ചെല്ലാം. ആകർണ്യസോപി ഭവദർശന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ സന്തൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗസ്ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അഞ്ചായ പിഞ്ചു ശുശു കാര്യമറിഞ്ഞു മാനീയഞ്ചാതെ വിട്ടു നഗരം തവ പൂജ ചെയ്യാൻ സഞ്ചാരമധ്യേ മുനി നാരദനേകി മന്ത്രം നെഞ്ചിൽ ധരിച്ചു തപമായി മധുകാനനത്തിൽ. താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസന്ധിതചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാ ക്രമവർദ്ധിതേന നിന്യേ കഠോരതപസാ കില പഞ്ചമാസൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ശ്രീനാരദൻ മുനി തഥാ നഗരത്തിലെത്തി താതന്റെ ദുഃഖിത മനസ്സിനു ശാന്തി നൽകി. കാഠിന്യമേറ്റി തപമങ്ങഥ ചെയ്തു ബാലൻ മാസങ്ങളഞ്ചു ദൃഢചിത്തതയോടെ നിന്നെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.